അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് കമൻറ്റുകളുടെ റിപ്ലൈ ആണ് പറയുന്നത്. ഫസ്റ്റ് നമുക്ക് ഈ കമൻറ്റ് നോക്കാം. എനിക്കൊരു സംശയം, നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ മടി ഇബിലീസിൻ്റെ പിടിയിൽ വീഴുന്നത് കൊണ്ടല്ലേ നമ്മൾ തെറ്റുകൾ ചെയ്യുന്നത്? അപ്പോൾ പടച്ചോന് ആ ഇബിലീസിനെ ഇല്ലാതാക്കിയാൽ നമ്മൾ എല്ലാവരും നല്ലവർ ആവില്ലേ? എല്ലാവരും സ്വർഗത്തിൽ പോകില്ലേ എന്നാണ് ചോദിച്ചത്. നമുക്ക് എല്ലാവർക്കും ഒരേപോലെ അറിയാവുന്ന കാര്യമാണ്, അള്ളാഹു നമ്മളെ ഈ ലോകത്ത് സൃഷ്ടിച്ചിരിക്കുന്നത് പരീക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ്. സന്തോഷമായാലും ദുഃഖമായാലും എല്ലാം അള്ളാഹു തന്നിരിക്കുന്നത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ബേസിക്കായിട്ടൊന്ന് ചിന്തിച്ചാൽ നമുക്ക് ആൻസർ മനസ്സിലാവും. നമ്മളെ പരീക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഈ ലോകത്ത് സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇബ്ലീസിനെ ഇല്ലാതാക്കേണ്ട ആവശ്യമില്ലല്ലോ അള്ളാഹുവിന്. അല്ലെങ്കിൽ തന്നെ നമ്മളെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ അള്ളാഹുവിനറിയാം നമ്മളെ സൃഷ്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, ഏതൊക്കെ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്നൊക്കെ. അപ്പോൾ അള്ളാഹുവിന് ഇബ്ലീസിൻ്റെ കാര്യവും നേരത്തെ അറിയാമായിരുന്നു. ഇനി നമുക്ക് ഇബ്ലീസിനെ പറ്റി കുറച്ച് മനസ്സിലാക്കാം. ഇബ്ലീസ് എന്ന് പറയുന്നത് ഒരു ജിന്നായിരുന്നു. ജിന്നുകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനു വേണ്ടി ഇബാദത്ത് ചെയ്യുന്നതും അള്ളാഹു പറയുന്നത് അനുസരിക്കുന്നതും എല്ലാം ഇബ്ലീസായിരുന്നു. അങ്ങനെ അള്ളാഹു ഇബ്ലീസിൻ്റെ റാങ്ക് ഉയർത്തി കൊടുത്തു. അങ്ങനെ ഇബ്ലീസിൻ്റെ സ്ഥാനം മലക്കുകളുടെ ഒപ്പമായി. അള്ളാഹു ആദം നബിയെ സൃഷ്ടിച്ചപ്പോഴത്തേക്കും എല്ലാവരോടും പറഞ്ഞു ആദം നബിയെ റെസ്പെക്റ്റിൻ്റെ ഭാഗമായിട്ട് സുജൂദ് ചെയ്യാൻ. പക്ഷേ ഇബ്ലീസ് അത് നിഷേധിച്ചു. ഇബ്ലീസിൻ്റെ മനസ്സിൽ അസൂയയും അഹങ്കാരവും ഒക്കെ ആയിരുന്നു. ആദം നബിയെ മണ്ണിൽ നിന്നല്ലേ സൃഷ്ടിച്ചിരിക്കുന്നത്, അപ്പോൾ തീയിൽ നിന്ന് സൃഷ്ടിച്ചതായ ജിന്നുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഇബ്ലീസാണ് ഏറ്റവും വലുതെന്ന് ഇബ്ലീസിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ ഇബ്ലീസ് അള്ളാഹു പറഞ്ഞ വാക്കുകൾ കേൾക്കാതിരിക്കുകയും ചെയ്തു. അങ്ങനെ അള്ളാഹുവിൻ്റെ വാക്ക് കേൾക്കാതിരുന്ന ഇബ്ലീസിനെ അള്ളാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുകയും മലക്കുകളോടൊപ്പം കൊടുത്തിരുന്ന ഉയർന്ന സ്ഥാനത്തിൽ നിന്ന് മാറ്റുകയും ചെയ്തു. അപ്പോഴും ഇബ്ലീസ് അള്ളാഹുവിനോട് ചെയ്ത തെറ്റിന് മാപ്പ് ചോദിക്കുകയോ ഒന്നും ചെയ്യാതെ ഇബ്ലീസ് ചോദിച്ചത് ഉയർത്തെഴുന്നേൽക്കുന്ന ദിവസം വരെ എനിക്ക് സമയം തരണമെന്നായിരുന്നു. എന്തിനാണ് ഇബ്ലീസ് ഇത്രയും സമയം ചോദിച്ചതെന്ന് വെച്ചാൽ, ഇബ്ലീസിനെ തെളിയിക്കണം മനുഷ്യരും ഇബ്ലീസിനെ പോലെ നന്ദിയില്ലാത്തവരാണ്, അള്ളാഹുവിൻ്റെ വാക്കുകൾ കേൾക്കാത്തവരാണ്, അള്ളാഹു പറഞ്ഞതുപോലെ സഞ്ചരിക്കാത്തവരാണ് എന്നൊക്കെ. ഇബ്ലീസിന് മനുഷ്യരോട് പ്രതികാരം വീട്ടാനാണ് ഇത്രയും സമയം ചോദിച്ചത്. അങ്ങനെ അള്ളാഹു ഇബ്ലീസിന് സമയം കൊടുക്കുകയും ചെയ്തു. ഇബ്ലീസിനെയും ഇബ്ലീസിനെ ഫോളോ ചെയ്യുന്നവരായ മനുഷ്യരെയും അള്ളാഹു നരകത്തിലിടുകയും ചെയ്യുമെന്ന് പറഞ്ഞു. നമുക്ക് എല്ലാവർക്കും ഇബ്ലീസിൻ്റെ അടുത്ത് വെറുപ്പല്ലേ? ഇബ്ലീസ് കാരണമാണ് നമ്മൾ തെറ്റുകളൊക്കെ ചെയ്യുന്നത്. ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ സ്വർഗത്തിലേ പോവുള്ളൂ എന്നൊക്കെ വിചാരിക്കത്തില്ലേ? അപ്പോൾ നമ്മൾ ഇനി ഓരോ തെറ്റുകൾ ചെയ്യാൻ പോകുമ്പോഴും ഓർക്കണം, ഇപ്പോൾ ഇബ്ലീസാണ് ജയിക്കാൻ പോണത്. നമ്മൾ കാരണം അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇബ്ലീസ് തെളിയിക്കുകയാണ് മനുഷ്യരും നന്ദിയില്ലാത്തവരാണെന്ന്. ഓരോ തെറ്റുകൾ ചെയ്യുമ്പോഴും നിസ്കരിക്കാതെയൊക്കെ ഇരിക്കുമ്പോഴും നമ്മൾ ഇതൊക്കെ മനസ്സിൽ വിചാരിക്കണം. പിന്നെ നമ്മൾ ഏറ്റവും മെയിനായിട്ട് ആലോചിക്കേണ്ടത്, ഒരിക്കലും ഇബ്ലീസ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കത്തില്ല ഓരോ കാര്യവും. നമ്മുടെ ചെവിയിൽ വന്ന് ഇങ്ങനെ പറയത്തേ ഉള്ളൂ, നീ തെറ്റുകൾ ചെയ്യുന്നു. അത് കേട്ട് നമ്മളാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഒരു ചോയ്സ് ഉണ്ട്, അത് ചെയ്യണോ, അത് കേൾക്കണോ വേണ്ടയോ എന്ന്. നമ്മൾ ഇബ്ലീസിൻ്റെ വാക്ക് കേട്ട് ഓരോ കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ഇബ്ലീസിൻ്റെ മണ്ട ഇടാൻ പറ്റത്തില്ല. കാരണം നമ്മളാണ് അത് ചെയ്തത്. നമുക്ക് ഇബ്ലീസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അള്ളാഹു ഒരുപാട് വഴികൾ പറഞ്ഞു തന്നിട്ടുമുണ്ട്. നമ്മളിനി ഓരോ തെറ്റുകളൊക്കെ ചെയ്യാൻ പോകുമ്പോൾ ഇതെല്ലാം ഓർക്കണം. എന്നിട്ട് നമ്മൾ തെറ്റുകളൊക്കെ കുറച്ച് നല്ല രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കണം. ഇനിയിപ്പോൾ നമ്മൾ തെറ്റുകൾ ചെയ്തു പോയാലും നമ്മൾ ഇബ്ലീസിനെ പോലെ ആവരുത്. അപ്പോൾ തന്നെ നമ്മൾ അള്ളാഹുവിൻ്റെ അടുത്ത് മാപ്പ് ചോദിക്കണം. നമ്മൾ ചെയ്ത തെറ്റിന് തൗബ ചെയ്യണം. ഇനി ഒരിക്കലും ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ട് തൗബ ചെയ്യണം. അപ്പോൾ ജിന്നുകളെ സൃഷ്ടിച്ചിരിക്കുന്നത് തീയിൽ നിന്നാണ്, മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നത് മണ്ണിൽ നിന്നാണ്. അപ്പോൾ മലക്കുകളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഏതിൽ നിന്നായിരിക്കും? പ്രകാശത്തിൽ നിന്നാണ്. ഇനി നമ്മളെ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ചോദ്യമായിരിക്കും, ഷെയ്ത്താൻ ആരാണ്? ഇബ്ലീസും ഷെയ്ത്താനും ഒന്നാണോ? ഷെയ്ത്താൻ എന്ന് പറയുന്നത് ഒരാളല്ല, ഷെയ്ത്താൻ ഒരു ഗ്രൂപ്പാണ്. അതായത് ഓരോ സ്പീഷീസിലുള്ള, അതായത് മനുഷ്യർ, ജിന്ന്, അതുപോലെയുള്ള ഓരോ വിഭാഗത്തിലുമുള്ള അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ ആണ് ഷെയ്ത്താൻ. അപ്പോൾ ഷെയ്ത്താൻ്റെ ലീഡറാണ് ഇബ്ലീസ്, ഒരു ഗ്രൂപ്പാണ് ഷെയ്ത്താൻ. ഇനി നമുക്ക് അടുത്ത കമൻറ്റ് നോക്കാം.
നരകത്തിലുള്ളവർക്ക് ഒരിക്കലും സ്വർഗത്തിൽ കടക്കാൻ പറ്റില്ലേ? എവിടെയോ കേട്ടിട്ടുണ്ട് നരകത്തിൽ നിന്ന് ഏതോ ഒരിടയെ മോചിപ്പിക്കും എന്ന്. ശരിയാണോ? നമ്മളിപ്പോൾ കിയാമത്ത് നാളിൽ വിധി വന്ന് നമുക്ക് നരകത്തിലാണ് പോവേണ്ടതെന്ന്. അങ്ങനെ നമ്മൾ നരകത്തിൽ കിടന്ന് ശിക്ഷ അനുഭവിച്ച് അവിടെ തന്നെ കിടക്കുമോ, അത് ഏതെങ്കിലും ഒരു ദിവസം നമ്മളെ അവിടെ നിന്ന് മോചിപ്പിക്കുമോ എന്നാണ് ഈ കമൻറ്റിൽ ചോദിച്ചിരിക്കുന്നത്. നമ്മൾക്ക് നമ്മുടെ മനസ്സിൽ ഒരു അണുവിൻ്റെ അത്രയെങ്കിലും ഈമാൻ ഉണ്ടെങ്കിൽ നമ്മളെ അള്ളാഹു സ്വർഗത്തിൽ കൊണ്ടുപോകും നരകത്തിൽ നിന്ന് മോചിപ്പിച്ചിട്ട്. സ്വഹീഹ് അൽ ബുഖാരിയിലെ 44-ാമത്തെ ഹദീസിൽ ഈ കാര്യം പറയുന്നുണ്ട്. സ്വഹീഹ് മുസ്ലിമിലെ 184-ാമത്തെ ഹദീസിലും പറയുന്നുണ്ട്, ഒരാൾ അയാളുടെ ജീവിതകാലത്തിൽ ഒരു നല്ല പ്രവൃത്തിയും ചെയ്തില്ലെങ്കിലും അയാളുടെ മനസ്സിൽ അള്ളാഹുവിലുള്ള വിശ്വാസമുണ്ടെങ്കിൽ അള്ളാഹു അയാളെ തീയിൽ നിന്ന് മോചിപ്പിക്കുമെന്ന്. ഇനി നമുക്ക് അടുത്ത കമൻറ്റ് നോക്കാം. സുബഹി നിസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള ടൈം കൂടുതൽ പുണ്യം കിട്ടും. ആ ടൈം എന്തെല്ലാം ഡെയിലി ചെല്ലണം മസ്റ്റായിട്ട് പറഞ്ഞു തരുമോ എന്നാണ് ഈ കമൻറ്റിൽ ചോദിച്ചിരിക്കുന്നത്. സുബഹി നിസ്കാരം കഴിഞ്ഞിട്ടുള്ള രാവിലത്തെ സമയം നല്ല സമയങ്ങളിലെ ഒരു സമയമാണ്. ഇതുപോലെ ഒരുപാട് നല്ല സമയങ്ങളുണ്ട്. ജാമിയ തിർമിദിയിലെ ഹദീസ് 586 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ആരെങ്കിലും ജമാഅത്തായിട്ട് സുബഹി നിസ്കരിച്ചതിന് ശേഷം സൂര്യോദയം വരെ അള്ളാഹുവിനെ സ്മരിച്ചു കൊണ്ടിരുന്നിട്ട്, അതായത് ഖുർആൻ ഓതുകയോ ദിക്റുകൾ ചൊല്ലുകയോ ഒക്കെ ചെയ്തിട്ട് 2 റക്അത്ത് നിസ്കാരം നിസ്കരിച്ചാൽ, അതായത് ഇഷ്റാഖ് നിസ്കാരം നിസ്കരിച്ചാൽ അവന് ഒരു പൂർണ്ണമായ ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം കിട്ടുമെന്ന്. സൂറത്തുൽ ഇസ്രായിലെ 78-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, നമ്മൾ രാവിലെ ഈ സമയത്ത് ഖുർആൻ ഓതിയാൽ അത് മലക്കുകൾ വന്ന് സാക്ഷ്യം വഹിക്കുമെന്ന്. പിന്നെ നമുക്ക് ഈ സമയത്ത് നമുക്കറിയാവുന്ന എല്ലാ ദിക്റുകളും ദുആകളൊക്കെ ചൊല്ലാം. ഞാൻ എൻ്റെ പഴയ വീഡിയോകളിലൊക്കെ ദുആകളും ദിക്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വേണമെങ്കിൽ കുറച്ച് ലിസ്റ്റ് ആക്കിയിട്ട് ഏതൊക്കെ ദിക്റുകൾ ചൊല്ലണമെന്ന് പോസ്റ്റ് ആക്കിയിട്ടിടാം. ഇനിയും കുറച്ച് കമൻസിൻ്റെ റിപ്ലൈ പറയാനുണ്ട്, അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. പിന്നെ ഞാൻ ഇന്ന് പറഞ്ഞ ഹദീസുകളുടെ നമ്പറും ഖുർആനിൻ്റെ ആയത്തൊക്കെ നിങ്ങളും എടുത്ത് നോക്കിയിട്ട് മനസ്സിലാക്കണം. ഇനി ആരെങ്കിലും ഒരുപാട് തെറ്റുകളൊക്കെ ചെയ്തു പോയി അള്ളാഹു എന്നെ വെറുത്തിരിക്കുകയാണോ, അള്ളാഹു എനിക്ക് പുറത്ത് തരുമോ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നെങ്കിൽ ഒരിക്കലും വിഷമിക്കരുത്. നമ്മൾ അള്ളാഹുവിൻ്റെ അടുത്ത് തൗബ ചെയ്താൽ അള്ളാഹു എല്ലാ തെറ്റുകളും പുറത്ത് തരും. നമ്മൾ ഒരിക്കലും നമ്മൾ ചെയ്ത തെറ്റുകൾ ഓർത്തിട്ട് നന്മകൾ ചെയ്യാതിരിക്കരുത്. ചിലപ്പോൾ ആളുകൾ പറയുമായിരിക്കും, നീ ചെയ്യുന്നത് മൊത്തം തെറ്റല്ലേ, പിന്നെ നീ എന്തിനാണ് ഈ ചെറിയ കാര്യം മാത്രം അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുമായിരിക്കും. പക്ഷേ നിങ്ങൾ അതൊന്നും മൈൻഡ് ആക്കല്ലേ. നമ്മൾ എത്ര ചെറിയ കാര്യമായാലും അള്ളാഹുവിൻ്റെ മുമ്പിൽ അത് വലിയ കാര്യമാണെന്ന് വിചാരിച്ചിട്ട് ചെയ്യണം. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ നല്ല കാര്യം കൊണ്ട് നമ്മൾ ഇത്രയും നാൾ ചെയ്തു പോയ എല്ലാ തെറ്റുകളും പുറത്തു തരും അള്ളാഹു. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊന്നും നമ്മൾ ചെറുതായിട്ട് കാണരുത്. പിന്നെ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കേണ്ടത്, നമ്മൾ ചെയ്ത ഒരു തെറ്റുകൊണ്ടും നമ്മൾ ചെയ്ത നന്മകൾ മുഴുവനും പോവാനും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇനി തെറ്റുകളൊക്കെ ചെയ്യുന്നത് കുറച്ച് അള്ളാഹുവിൻ്റെ വഴിയിൽ നല്ലപോലെ ജീവിക്കാൻ ശ്രമിക്കണം. ഈ ലോകത്ത് അള്ളാഹുവിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് കാണും. ഇത് ചെറിയ സമയത്തേക്കല്ലേ, ഒരു തമാശയായിട്ട് കണ്ട് ഇതൊക്കെ ചെയ്യ് എന്നൊക്കെ പറയും. പക്ഷേ നമ്മൾ അതിലൊന്നും വീഴരുത്. നമ്മുടെ ജീവിതമാണ് അവിടെ തീരുന്നത്. നമ്മൾ ചെയ്ത തെറ്റുകൾക്ക് നമ്മൾ മാത്രമേ ശിക്ഷ അനുഭവിക്കത്തുള്ളൂ. ആരും നമുക്കന്ന് കൂട്ടിന് കാണത്തില്ല. നമുക്ക് എപ്പോഴും നമ്മുടെ കൂടെ അള്ളാഹുവേ കാണത്തുള്ളൂ അവസാനം വരെയും. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളിപ്പോൾ ഒറ്റയ്ക്കാണ്, നമുക്ക് ആരുമില്ല, എല്ലാവരും അവരുടേതായിട്ട് ലൈഫായിട്ട് ഈ ലോകത്തിൽ എൻജോയ് ചെയ്ത് ജീവിക്കുന്നു, നമ്മൾ മാത്രം ഇങ്ങനെ എല്ലാം ഒതുങ്ങിക്കൂടി ചെയ്യുന്നതെന്ന് വിചാരിക്കും. കാരണം മറ്റുള്ളവർ നമ്മളടുത്ത് ഇങ്ങനെ വന്ന് പറയുമായിരിക്കും, നിനക്കൊരു എൻജോയ്മെൻറ്റും ഇല്ലല്ലോ ലൈഫിൽ, നിൻ്റെ ലൈഫ് നല്ല ബോറായിരിക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെ സ്വയമായിട്ട് ആലോചിച്ചിട്ട് എൻ്റെ ലൈഫ് ബോറാണല്ലോ എന്ന് വിചാരിക്കും. അങ്ങനെ വിചാരിക്കരുത്. നമുക്ക് ഒറ്റയ്ക്കിരിക്കുന്നത് സന്തോഷമാണെങ്കിൽ, നമ്മൾ അതിലൂടെ സന്തോഷം കണ്ടെത്തുന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ എന്തിനാണ് മറ്റുള്ളവരുടെ വാക്ക് കേട്ട് നമ്മുടെ ഹാപ്പിനെസ് കളയുന്നത്. ചിലപ്പോൾ മറ്റുള്ളവർക്ക് ഹറാം ചെയ്യുന്നതായിരിക്കും സന്തോഷം. നമ്മൾ ഹറാമിലൂടെ സന്തോഷം കണ്ടെത്തി ലാസ്റ്റ് നമ്മുടെ അവസാനം വിഷമമായിരിക്കും. ഒരിക്കലും നമ്മൾ ചെയ്യുന്നത് നല്ല കാര്യങ്ങളാണെങ്കിൽ അതിൽ വിഷമിക്കാനേ പാടില്ല. മറ്റുള്ളവർ ഹറാം ചെയ്ത് സന്തോഷം കണ്ടെത്തിക്കോട്ടെ, അതിൽ നമ്മൾ എന്തിനാണ് വിഷമിക്കുന്നത്? നമ്മുടെ കൂടെ എപ്പോഴും അള്ളാഹു ഉണ്ട്, നമുക്ക് സംസാരിക്കാനും എല്ലാത്തിനും അള്ളാഹു ഉണ്ട്.
എൻ്റെ പഴയ വീഡിയോകളിൽ ഒരു വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നു ഇതുപോലത്തെ കമൻറ്റ്, എനിക്കൊരു എൻജോയ്മെൻറ്റും ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരാൾ മാത്രമല്ല, ഒരുപാട് പേര് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നവരുണ്ടായിരിക്കും. നമ്മൾ വിചാരിക്കേണ്ടത് എല്ലാത്തിനെക്കാട്ടിയും വലുത് നമുക്ക് അള്ളാഹു ആണ്. ഇപ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മൾ ആ ജീവിതത്തിൽ വിഷമിക്കേണ്ട ആവശ്യമേ ഇല്ല. നമുക്ക് എന്തായാലും ഈ ലോകത്തല്ലെങ്കിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ടുള്ള ജീവിതത്തിൽ നമുക്ക് സന്തോഷം വരും. നമ്മൾ ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മൾ തൗബ ചെയ്യണം. പിന്നീട് ഒരിക്കലും നമ്മൾ ആ തെറ്റുകൾ ചെയ്യാതിരിക്കാനോ നമ്മൾ ശ്രമിക്കണം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.